ആ കാണുന്ന കുന്നിൻ്റെ മുകളിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതെങ്ങനെ വെളിച്ചൊന്നും ഇല്ലാത്തടത്ത് കയറി പോണേന്നല്ല നിങ്ങൾ ഇതിനെ കയറി വരുമ്പഞ്ഞുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഇതൊക്കെ മാറ്റി ഭൂമിക്ക് ഉച്ചയാവും അവിടെ എത്തുമ്പോൾ. എൻ്റെ വീട്ടിലെ ആടുകളൊക്കെ ഇവിടെ മേയാൻ വരാറുള്ളൂ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ പുല്ലുകളൊക്കെ തിന്നാനായിട്ട് വരാറുള്ളൂ. അല്ല ഗൈസ്, ഇതെങ്ങനെ വെളിച്ചൊന്നും ഇല്ലാത്തടത്ത് കയറി പോണേന്നല്ല നിങ്ങൾ ഇതിനെ. ഞാനേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഒരു കുന്നിൻ ചെരുവിൽ. അവിടെ നിന്നാൽ സൂര്യോദയവും സൂര്യാസ്തമയമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കൊളുക്കുമല പോയപ്പോൾ അവിടെ സൂര്യോദയം കാണാൻ പോയപ്പോൾ ഞാൻ വിചാരിച്ചേ എൻ്റെ വീടിൻ്റെ അടുത്ത് ഇങ്ങനെ സൂര്യോദയമൊക്കെ കാണാൻ പറ്റിയൊരു സ്ഥലം ഉണ്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ. അത് മോശമല്ലേ? നമ്മൾ ഇത്രയും ദൂരം പോയി അതൊക്കെ കണ്ടിട്ട് ഇത്ര അടുത്തുള്ള സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താണ്ടിരിക്കുന്നത് മോശമല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ കാലത്ത് തന്നെ വടിയും ടോർച്ചൊക്കെ കൊണ്ട് നിങ്ങൾക്ക് ആ സ്ഥലം കാണിച്ചു തരാൻ വരണേ. ഇവിടെ പോകുന്ന വഴിയൊക്കെ കുറച്ച് പുല്ലാണ്, അപ്പോൾ നോക്കി വേണം പോവാൻ. ഇവിടെ മറ്റേ പാമ്പ്, ഇഴജന്തുക്കൾ, സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ കുറേ നാളായി ഈ വഴി വന്നിട്ട്. കയറി വരുമ്പഞ്ഞുള്ളൊരു കാഴ്ചയാണ് കേട്ടത്. സൂര്യൻ ഉദിച്ച് വരണുള്ളൂ. ഇന്ന് ഏകദേശം ഒരു 6:15 സൂര്യോദയം. കയറി നമ്മൾ ടോപ്പ് വ്യൂ പോയിന്റിൽ എത്തിയിട്ടില്ല, കയറി ജസ്റ്റ് എത്തിയിട്ടുള്ളൂ. ഇനി മുകളിലേക്ക് കയറാനുണ്ട്. അപ്പം പിന്നിലേക്ക് നോക്കിയപ്പോൾ കണ്ട വ്യൂ ആണത്. വരണ വഴി മഴ, ഇന്നലെ അത്യാവശ്യം മഴയുണ്ടായി. അതുകൊണ്ട് രണ്ട് സൈഡിലുള്ള ഇഞ്ചിപ്പുല്ല് ഇങ്ങനെ കവിഞ്ഞ് കറക്റ്റ് ഒരാൾക്ക് കയറി പോകാനുള്ള വഴി ഉണ്ടായുള്ളൂ. അതൊക്കെ പകഞ്ഞ് മാറ്റിയിട്ടാണ് മുകളിലേക്ക് കയറി പോകുന്നത്. കുറച്ച് ദൂരം എത്തിയിട്ടുള്ളൂ, കുറച്ചും കൂടി കുത്തനെ കയറ്റുണ്ട്. പോകുന്ന വഴി രണ്ട് സൈഡ് ഇഞ്ചിപ്പുല്ല്, രണ്ട് വഴിയിലേക്ക് രണ്ട് സൈഡിൽ നിന്ന് വന്ന് കിടക്കണം. ഇതൊക്കെ മാറ്റി ഭൂമിക്ക് ഉച്ചയാവും അവിടെ എത്തുമ്പോൾ. നമ്മൾ കയറി വന്ന വഴിയാണ് കേട്ടത്. കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ കുറച്ച് ദിവസമായി വന്നിട്ട്, പിന്നെ വീടിൻ്റെ അവിടെ നിന്ന് പിള്ളേരുകളൊക്കെ കയറാൻ വന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ അതുകൊണ്ട് പുല്ലൊക്കെ വഴിയിലേക്ക് കയറി നിൽക്കുക. അങ്ങനെ നമ്മൾ നീണ്ട നേരത്തെ പരിശ്രമത്തിനൊടുവിൽ കുന്നിൻ്റെ മുകളിൽ എത്തിയിരിക്കുകയാണ്. വരണ വഴിയിൽ കണ്ടില്ലേ, നിറച്ച് ഇഞ്ചിപ്പുല്ല് രണ്ട് സൈഡിൽ നിന്നും ആ ഒരു വഴിച്ചാലിൻ്റെ അവിടേക്ക് ഇങ്ങനെ ചാഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് എൻ്റെ വീട്ടിലെ ആടുകളൊക്കെ ഇവിടെ മേയാൻ വരാറുള്ളൂ. ഈ കുന്നിൻ്റെ മുകളിൽ ഈ പുല്ലുകളൊക്കെ തിന്നാനായിട്ട് വരാറുള്ളതാണ്. അപ്പോൾ അവർ വരുന്നതും പിന്നെ അവർ ആട്ടാൻ വരുന്നതും നോക്കാൻ വരുമ്പോഴൊക്കെ ഞങ്ങൾ മുകളിലേക്ക് കയറി വരാറുള്ളതാണ്. അപ്പോൾ കുറച്ച് നാളായിട്ട് അവർ ഇങ്ങനെ താഴെ നിന്നാണ് തിന്നണത്, അത്യാവശ്യം മഴയും പുല്ലൊക്കെ ഉള്ള കാരണം. അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് അങ്ങനെ അധികം കയറി വരാറില്ല. പിന്നെ ഒരു വിധത്തിൽ വീഡിയോ എടുക്കാനായിട്ട് വന്നല്ലെന്ന് വെച്ചിട്ട് ഒരു വിധത്തിൽ കയറി വന്നു. വീട്ടിൽ പറഞ്ഞപ്പോൾ മറ്റേ ഈറ്റയുടെ വടിയൊക്കെ തന്നയച്ചിട്ടുണ്ട്, എന്തെങ്കിലും കാണണമെങ്കിൽ തട്ടിമാറ്റി പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ മോൾ ഭാഗത്ത് ഏകദേശം എത്തി. ഇവിടെ നിന്നുള്ള വ്യൂ പോയിൻ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് വന്നു. ഈ കാണുന്ന സ്ഥലത്താണ് കുറച്ചും കൂടി നിൽക്കാനായിട്ട് കുറച്ച് സൗകര്യം. കുറച്ച് പുല്ലൊക്കെ മാറി ആളുകളൊക്കെ വന്ന് ഇരിക്കാനും ഒക്കെ പറ്റിയ കുറച്ച് സ്ഥലം ഇവിടെയാണുള്ളത്. ഒരു വീഡിയോയിൽ എന്തോ ബ്ലാക്ക് മാൻ ഹിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് വ്യൂ പോയിൻ്റ് അങ്ങനെ ഇട്ടിട്ടൊരു ഗഡി, ആളുടെ പേര് ഞാൻ മറന്നുപോയി, വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആൾ ഇവിടെ വന്ന് ടെൻ്റൊക്കെ അടിച്ച് നൈറ്റ് സ്റ്റേ ചെയ്ത് അസ്തമയും ഉദയമൊക്കെ കണ്ടിട്ടാണ് ആൾ പോയത്. ആൾ വന്നത് ഒരു വേനൽക്കാലത്താണെന്ന് തോന്നുന്നു. വേനൽക്കാലത്താകുമ്പോൾ കയറി വരാൻ വലിയ കുഴപ്പമുണ്ടാവില്ല, പുല്ലൊക്കെ ഉണങ്ങി വലിയ സീനുണ്ടാവില്ല. വർഷക്കാലത്താണ് കുറച്ചും കൂടി കാണാൻ ഭംഗിയും ഈ പറഞ്ഞ പോലെ കയറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. വഴുക്കലും ഇഞ്ചിപ്പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് രണ്ട് സൈഡ് ഇങ്ങനെ വഴിയൊക്കെ മൂടി പോയിട്ടുണ്ടാവും. അതാണ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നത്. അപ്പോൾ ഇവിടുത്തെ വ്യൂ കാണാം. ഏകദേശം 6:15 ആവാറായിട്ടുണ്ട്. ഞാൻ സൂര്യോദയം എല്ലാവർക്കും വേണ്ടി കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ കുറേ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. ചാലക്കുടി കൊടകര ഭാഗത്താണ് ഈ സ്ഥലമുള്ളത്.
അവിടെ നിന്നൊക്കെ കുറേ ആളുകൾ പിള്ളേർ സെറ്റും അല്ലാണ്ട് ഫാമിലീസൊക്കെ വരുന്നുണ്ട്. ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വ്യൂ പോയിൻ്റ് കാണിച്ചു തരാം. ഏകദേശം ഒരു 360 ഡിഗ്രി ഇല്ല, അതിലൊരു ലേശം കുറയും, ഒരു 10-20 ഡിഗ്രി കുറയും, അത്രയും വ്യൂ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ആ കയറി വന്ന ഒരു പോർഷനില്ലേ, ആ ഒരു പോർഷൻ മാത്രമാണ് വ്യൂ ഇല്ലാത്തത്, ബാക്കി എല്ലാ ഭാഗവും കാണാം നമുക്ക്. ഏകദേശം ആ ഭാഗത്താണ് സൂര്യൻ ഉദിക്കാൻ സാധ്യത. അവിടെയാണ് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഗോൾഡൻ കളർ വന്ന് കിടക്കുന്നത്. കാരണം അങ്ങനെ പതുക്കെ പൊങ്ങി വരുന്നുണ്ട്. കുറച്ച് സൂം ചെയ്ത് കുഴപ്പമില്ല. 2 മലയുടെ ഗ്യാപ്പിൽ കൂടെയാണ് പൊന്തി വരുന്നത് ആൾ. ഇവിടെ ഏകദേശം ഒരു 6:22 ആയി. അവിടുന്ന് പൊന്തി വന്നപ്പോൾ 6:15 ഉണ്ടാവും. ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 6:22 ആയി. പുള്ളിക്കാരിങ്ങനെ പൊങ്ങി വരാണ്. വാവ്, അപ്പോൾ നമ്മൾ സൂര്യോദയമൊക്കെ കണ്ടു. അത്യാവശ്യം നല്ല വിഷ്വൽ ബ്യൂട്ടി ഉണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ട്. നമ്മുടെ എന്താ പറയുക അധികം ചിലവില്ലാണ്ട് സൂര്യോദയം അസ്തമയം കാണാൻ പറ്റിയ ഏറ്റവും ബെറ്റർ സ്ഥലമാണ്. ഇതിൻ്റെ വരാനുള്ള വഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എളുപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരസ്വതി സ്കൂളിൽ ലൊക്കേഷൻ ഇടാം. സരസ്വതി സ്കൂളിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. അത് ഞാനിപ്പോൾ ഈ കയറി വന്ന വഴിനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് കയറി വരാനായിട്ട്. അവിടെ നിന്ന് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പുല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ സരസ്വതി സ്കൂളിൽ ലൊക്കേഷൻ ഇട്ട് വന്നാൽ മതി എല്ലാവരും. ആ കാണുന്നതാണ് സരസ്വതി സ്കൂള്. ആ ഒരു നീല ഷീറ്റ് അടിച്ച പോലെയല്ലേ. അതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മുകളിലേക്ക് കയറി വരാനായിട്ട് ഒരു വഴി കാണാം. അതിലെ കയറി വരാം, ഒരാൾക്ക് കയറി വരാനുള്ള അത്യാവശ്യം വഴിയുണ്ട്. പിന്നെ അവിടെ നിന്ന് വരാണെങ്കിൽ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് ഈ മരത്തിൻ്റെ തൊട്ടപ്പുറത്തായിട്ട്. അപ്പോൾ അവിടെ നിന്നേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇങ്ങോട്ട് കുറച്ച് കയറി വരണമെങ്കിൽ കുറച്ച് പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വകഞ്ഞ് മാറ്റിയിട്ട് വേണം വരാനായിട്ട്. ഗൈസ്, അപ്പോൾ നമ്മൾ സൂര്യോദയം കണ്ട് ഇവിടുത്തെ അത്യാവശ്യം വിഷ്വൽ ബ്യൂട്ടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നോക്കിയാൽ കാണുന്ന അത്യാവശ്യ സ്ഥലങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം കേട്ടോ. ഇവിടുന്ന് നോക്കിയാൽ ഏകദേശം ആളൂരിൻ്റെ ഭൂരിഭാഗം സ്ഥലം കാണാം. ആളൂർ പള്ളി, കല്ലേറ്റിങ്ങര പള്ളി, അങ്ങനെ പിന്നെ വേറൊരു പള്ളിയും കൂടി കാണാം. എനിക്ക് തോന്നുന്നു ആനത്തടം പള്ളിയാണെന്ന് തോന്നുന്നു. അല്ല, 3 പള്ളികൾ കാണാം. ആനത്തടം പള്ളിയാണെന്ന് തോന്നുന്നു പിന്നെ കാണുന്നത്. പിന്നെ അത് അവിടെ ഒരു കുന്നുണ്ട്, ചെറിയൊരു കുന്ന്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ആ കാണുന്നതാണ് അപ്പോളോ ടയേഴ്സ്, പേരാമ്പ്ര അപ്പോളോ ടയേഴ്സ്. പിന്നെ ആ കാണുന്നതാണ് പേരാമ്പ്ര പള്ളി. കണ്ടോ, ആ കാണുന്നതാണ് പേരാമ്പ്ര പള്ളി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ആ ലെഫ്റ്റ് സൈഡിലേക്ക് കാണുന്നത് കൊടകര ആ ഭാഗത്തുള്ള സ്ഥലങ്ങളാണ്. ആ കാണുന്നത് കൊടകരപ്പള്ളിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അത്ര ക്ലിയർ അല്ല. കൊടകരപ്പള്ളി ആവാനാണ് സാധ്യത.
ആ ഭാഗത്താണ് ഏകദേശം വരുന്നത്. കനകമല പള്ളിയാണത്. കനകമല പള്ളിയല്ല, സോറി, കനകമലയാണത്. പള്ളി ഇവിടുന്ന് കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു വൈകുന്നേരം നേരത്ത് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി കാണാം. കനകമല പള്ളി കാണാൻ പറ്റും, പക്ഷെ അത്ര ക്ലിയർ അല്ല. അവിടെ എവിടെയോ കനകമലയുണ്ട്. അവിടെ ഒരു വെള്ളക്കുത്ത് കാണുന്നത് കനകമല പള്ളിയാണ്. കണ്ട, ഈവനിങ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ക്ലിയർ ആയിട്ട് കാണാം. KMC കൺസ്ട്രക്ഷൻ്റെ കെയർ ഓഫിൽ വരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ പാറയൊക്കെ എടുത്ത് കല്ല് പൊട്ടിച്ച് മെറ്റലൊക്കെ ആക്കി കൊണ്ടുപോകണം കുറേ മെഷീനറീസും വണ്ടികളും കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മെയിൻ്റനൻസിന് ആവശ്യമുള്ള വർക്കും കാര്യങ്ങളൊക്കെ നടക്കണുള്ളൂ. ഇവിടെ ഹൈവേയുടെ അതോറിറ്റിയിലുള്ള ഈ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാറക്കുളമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. പാറക്കുളം ശരിക്കും താഴെ നിന്നിട്ട വ്യൂ, മുകളിൽ നിന്ന് അധികം വ്യൂ കിട്ടില്ല. വലിയൊരു പാറക്കുളമാണ്. ഞങ്ങളൊക്കെ അത്യാവശ്യം ഇവിടുന്ന് മീൻ പിടിക്കാറൊക്കെ ഉണ്ട്. മീൻ പിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ പരല് കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ വ്യൂ കാണിച്ചു തരാം. കണ്ട, അത്യാവശ്യം വലിയൊരു പാറക്കുളമാണ്. ശരിക്കും താഴെ നിന്ന് കാണുമ്പോൾ അത്യാവശ്യം വലിപ്പം കാണാം. അതിൻ്റെ വലിപ്പം എത്രയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ സൂര്യോദയം കണ്ടു. ഇവിടുത്തെ അത്യാവശ്യം ഡീറ്റെയിൽസൊക്കെ പറയാൻ പറ്റിയെന്നാണ് എൻ്റെ അറിവ്. പിന്നെ അസ്തമയം കാണുന്നത് ഏകദേശം ആ ഒരു സ്ഥലത്താണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ താഴെ ആ മരത്തിൻ്റെ അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് അസ്തമയം കാണാം. അവിടെ നിന്ന് കാണുമ്പോൾ കുറച്ചും കൂടി രസമുള്ളത്. അപ്പോൾ അസ്തമയം കാണാൻ വരുമ്പോൾ നമുക്ക് ആ മരത്തിൻ്റെ താഴത്തേക്ക് പോകാം. ഓക്കെ, ഇതിൽ തന്നെ കയറി വരാം, കുഴപ്പമില്ല. ഞങ്ങൾ ഇറങ്ങി പോകാറുള്ളതാണ്. പിന്നെ കയറി വരുന്നവർ ഈ പറഞ്ഞ പോലെ കയ്യിൽ വല്ല വടിയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് പുല്ലൊക്കെ മാറ്റി വന്നോളൂ. അത്യാവശ്യം പാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനൊരു പ്രാവശ്യം തേളിനെ കണ്ടായിരുന്നു, കരിന്തേളിനെ കണ്ട് അത് ഓടിപ്പോയി. അപ്പോൾ തന്നെ ഓടിപ്പോയി. കരിന്തേളും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാമെന്നറിയില്ല, ഞങ്ങളൊരു പ്രാവശ്യം ക്യാമറയൊക്കെ എടുത്ത് ഫാമിലിയിലുള്ള 2-3 പേര് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ദിവസം ഒരു പഞ്ചവർണ്ണ തത്തേനെ കണ്ടു. അവിടെ ഇറങ്ങി പോണ ഒരു വഴിയിൽ ഒരു മരത്തുമ്മയാണ് പഞ്ചവർണ്ണ തത്തേനെ കണ്ടത്. എവിടുന്ന് വന്നു എങ്ങോട്ട് പോയി എന്നൊന്നറിയില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ ഏകദേശം ഒരു 2 കൊല്ലത്തിന് മേലെയും കണ്ടിട്ട്. അന്ന് ഞങ്ങൾ അതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ചേർക്കാം കേട്ടോ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമെന്നറിയില്ല. ഞാൻ ഇറങ്ങി പോകുമ്പോൾ അത് വന്നിരുന്ന ആ മരം കാണിച്ചു തരാം. അന്നെടുത്ത ഫോട്ടോയും അതിൻ്റെ കൂടെ ഇടാം. ഓക്കെ ഗൈസ്, അപ്പോൾ കുന്നിൻ്റെ മുകളിലുള്ള വ്യൂസൊക്കെ കണ്ടു. ഞാൻ പതുക്കെ ഇറങ്ങി പോവാണ്. ഫോൺ പിടിച്ചുകൊണ്ട് ഇറങ്ങി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം വഴുക്കലും പുല്ലൊക്കെ നിൽക്കുന്നുണ്ട്. അത്യാവശ്യം വകഞ്ഞ് മാറ്റിയെങ്കിലും ഇറങ്ങി പോകാനും കയറി വരാനും അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തോളൂ. വന്നവർ കമൻറ്റ് ചെയ്യുക, വരാൻ ആഗ്രഹിക്കുന്നവർ കമൻറ്റ് ചെയ്യുക, എല്ലാവരും കമൻറ്റ് ചെയ്യുക, വീഡിയോ കാണുന്നവരെല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്നിട്ട് സ്ഥലം അറിയാണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം നേരത്തോ രാവിലെ ഉണ്ടെങ്കിൽ സ്ഥലം അറിയാണ്ടൊക്കെ ബുദ്ധിമുട്ടുന്നവർ, ഒരു ചേട്ടൻ വീഡിയോ ചെയ്തിട്ട് കണ്ട അവർ കുറേ ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ എത്തിയെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഓക്കെ, വരുന്ന വഴി, ഞാൻ കയറി വരുന്ന വഴി ഇതേപോലെ പുല്ലൊക്കെ വഴിയിലേക്ക് ചാഞ്ഞാണ്. ഇനിയിപ്പോൾ വൈകുന്നേരം കുറച്ച് നേരത്തെ വരാൻ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇതൊന്ന് വെട്ടി ഒരാൾക്ക് കയറി പോകാൻ പറ്റുന്ന വഴിയൊക്കെ ആക്കണം. അത്യാവശ്യം വീട്ടിൽ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഇങ്ങോട്ട് കയറി വരാറുള്ളതാണ്. ഞങ്ങളന്ന് പഞ്ചവർണ്ണ തത്തേനെ കണ്ടത് ഏകദേശം ആ ഒരു മരത്തമ്മയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 2 കൊല്ലം മുമ്പായതുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല. ഞാനവിടെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ മുൻപത്തെ ഫോണിലാണ് ഫോട്ടോ ഉള്ളത്. അപ്പോൾ ആ ഫോട്ടോ ഈ വീഡിയോൻ്റെ കൂടെ ഇടാം. ഏകദേശം ആ കാക്കയൊക്കെ ഇരിക്കുന്ന ആ ഒരു കൊമ്പുമ്മയാണെന്ന് തോന്നുന്നു. ഫോട്ടോ നോക്കിയിട്ട് ഞാൻ വീഡിയോൻ്റെ കൂടെ എന്തായാലും ഇടാം. ആ കാണുന്ന കുന്നിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറി പോയത്. ഗൈസ്, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പാറമട. വലിയ പാറമടയാണ്, അത്യാവശ്യം വലിപ്പമുണ്ട്. ഇതിൽ ഞങ്ങൾ ചൂണ്ടയൊക്കെ ഇടാൻ വരാറുണ്ട്. ഈ കുറുവപ്പാറിലാണ് കൂടുതലുള്ളത്. എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള ഷോർട്ട് കട്ടാണ്. ഇവിടെ കുറച്ച് പഴയ ടോറസ് വണ്ടികളും ഒരു ഷെഡും കുറേ വണ്ടികളൊക്കെ ഉണ്ട്.
ഒക്കെ കേടായി കിടക്കണതാണ്, തുരുമ്പെടുത്ത് കേടായി കിടക്കണതാണ്. ഞങ്ങളിവിടെ നിന്നൊക്കെ ഫോട്ടോഗ്രാഫിയൊക്കെ അത്യാവശ്യം ചെയ്യാറുണ്ട്. ഒരു പഴയ ലൈലാൻഡ് ടിപ്പറാണ്, ടാറ്റയുടെ വണ്ടിയാണ് ഈ കിടക്കണത് ലൈലാൻഡ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു മരമൊക്കെ വന്നിട്ടുണ്ട് കണ്ട. അപ്പോൾ ഫോട്ടോസൊക്കെ അത്യാവശ്യം എന്താ പറയുക, വിൻറ്റേജ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ആളുകളുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം. ഞങ്ങൾക്ക് കുന്നിലേക്ക് കയറാനുള്ള ഏകദേശം എളുപ്പമുള്ള വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. എൻ്റെ വീട് വരുന്നത് ഏകദേശം പേരാമ്പ്ര നാടുകുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ അപ്പോളോ ടൈൽസിൻ്റെ സൈഡിൽ കൂടെ വരുമ്പോൾ അവിടെ ഒരു PJP ക്രഷറുണ്ട്. PJP ക്രഷറിൻ്റെ അവിടെ നിന്ന് മുകളിലേക്ക് കയറി വരുമ്പോൾ ഉള്ള ഒരു പ്രദേശമാണ് നാടുകുന്ന് എന്നുള്ളത്. ചാലക്കുടി കൊടകര ബോർഡറിൻ്റെ വരുന്ന ഒരു പ്രദേശമാണ് നാടുകുന്ന് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വരാനായിട്ട് എളുപ്പം ശരിക്കും പേരാമ്പ്ര അപ്പോളോ ടൈൽസിൻ്റെ അവിടെ നിന്ന് കൊട്ടാരത്തിൻ്റെ ഓപ്പോസിറ്റ് ഒരു വഴി പോകുന്നുണ്ട്, സരസ്വതി സ്കൂളിൻ്റെ അവിടേക്ക്. അവിടെ നിന്ന് കയറി വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ലെഫ്റ്റ് സൈഡിൽ ക്രഷർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് KMC കൺസ്ട്രക്ഷൻ്റെ ഓഫീസും ലെഫ്റ്റിലേക്ക് ഒരു വഴിയും കാണാം. ആ വഴി കൂടെ കയറി വരുമ്പോൾ ഏകദേശം ഈ ഒരു സ്ഥലത്തെത്താം. ഈ വണ്ടികളുടെയൊക്കെ ഈ ഫോട്ടോസും ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നാടുകുന്ന് ഭാഗത്തോടെ വരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെറുകുന്ന് ഭാഗത്ത് കൂടെ കുന്ന് കയറി വിഷ്വലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് തൊട്ട് ഇപ്പുറത്തോടെ ഏകദേശം ഒരു 2 കിലോമീറ്ററൊക്കെ ഉള്ളൂ. ഇപ്പുറത്തോടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. കണ്ട അതിൻ്റെ മുകളിൽ നിന്ന് കയറി വരുമ്പോൾ ഏകദേശം ഈ ഒരു സ്ഥലത്തെത്തും. അപ്പോൾ അത്യാവശ്യം പ്രകൃതി ഭംഗി ആസ്വദിക്കാനും ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ വരാം. വേറെ ചിന്താഗതിയൊന്നും വരരുത്. ഓക്കെ, അപ്പോൾ ബൈ.